نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ومن أظلم ممن افترى على الله كذبا أو كذب بآياته إنه لا يفلح الظالمون സമാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും തഖ്വ കൊണ്ട് ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. മുമ്പ് പല ഖുതുബകളിലും നാം സൂചിപ്പിച്ചതുപോലെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത് പരലോക ജീവിതത്തിൽ ഉന്നതമായ സ്വർഗം കരസ്ഥമാക്കുക എന്നുള്ളതാണ്. ആ സ്വർഗം നമുക്ക് നേടിത്തരുന്ന ധാരാളം പ്രവർത്തനങ്ങൾ കഴിഞ്ഞ പല ഖുതുബകളിലും നാം സൂചിപ്പിച്ചു. ഇനിയും ഏതാനും ചില കർമ്മങ്ങളാണ് നമുക്ക് സ്വർഗം നേടിത്തരുന്ന, നരകത്തിന്റെ തീയിൽ നിന്ന് നമ്മളെ അകറ്റുന്ന ഏതാനും ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഖുതുബയിൽ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരെ സ്വർഗത്തിൽ എത്തിക്കുന്നത് തഖ്വ കഴിഞ്ഞാൽ പിന്നീട് മനുഷ്യരെ കൂടുതലായി സ്വർഗത്തിൽ എത്തിക്കുന്ന വിഷയമായി പഠിപ്പിച്ചതാണ് ഹുസ്നുൽ ഖുൽഖ്, മനുഷ്യന്റെ സൽസ്വഭാവം എന്ന് പറയുന്നത്. സുഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ അക്സറു മാ യുദ്ഖിലുൽ ജന്ന, ഏറ്റവും കൂടുതൽ പേരെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യം എന്താണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. ഖാല അത്തഖ്വ വ ഹുസ്നുൽ ഖുൽഖ്. ആദ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത്തഖ്വ, സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് ചേർത്ത് പറഞ്ഞത് വഹ്സുനുൽ ഖുൽഖ്, നിങ്ങളുടെ സൽ സ്വഭാവം എന്നുള്ളതാണ്. എത്രമാത്രമെന്നാൽ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെ പറ്റി പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, നിശ്ചയമായും ഞാൻ നിയുക്തനായത് കുലീനമായ സ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെ പറ്റി പോലും ഉത്തമ സ്വഭാവത്തിന്റെ പൂർത്തീകരണമാണെന്ന് റസൂലുള്ളാഹി തന്നെ പഠിപ്പിക്കുമ്പോൾ മാത്രമല്ല, റസൂലുള്ളാഹി പറയുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഇന്നൽ മുഅ്മിന ലയുദ്രികു ബിഹുസ്നി ഖുലുഖിഹി ദറജതസ് സായിമിൽ ഖായിം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, നിശ്ചയമായും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അവന്റെ സൽ സ്വഭാവം മുഖേന, അവന്റെ ഹുസ്നുൽ ഖുൽഖ് മുഖേന ധാരാളമായി നോമ്പെടുക്കുന്ന ഒരു വ്യക്തിയുടെ പദവിയിലേക്ക്, ധാരാളമായി നമസ്കരിക്കുന്ന ഒരു വ്യക്തിയുടെ പദവിയിലേക്ക് ആ മനുഷ്യന്റെ സൽ സ്വഭാവം കൊണ്ട് ഉയരാൻ സാധിക്കുന്നു. ധാരാളം നിസ്കരിക്കുന്ന, ധാരാളം നോമ്പെടുക്കുന്ന ഒരു സത്യവിശ്വാസിക്ക് കിട്ടുന്ന കൂലി ഒരു വിശ്വാസിയായ മനുഷ്യന്റെ സൽസ്വഭാവം കൊണ്ട് അയാൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നത് വബിബൈതിൻ ഫീ അഅലൽ ജന്നതി ലിമൻ ഹസന ഖുൽഖുഹു. അബൂ ദാവൂദ് ധരിക്കുന്ന ഹദീസാണ്. തന്റെ സ്വഭാവത്തെ നന്നാക്കുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് അവനൊരു വീട് ലഭിക്കുമെന്ന് ഞാൻ വാക്ക് തരുന്നു. ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉടമയായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു വീടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓഫർ ചെയ്യുന്നത്, വാഗ്ദാനം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ രൂപത്തിൽ സ്വർഗം നേടിത്തരുന്ന അമലുകളിൽ നാം ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ സ്വഭാവം ജനങ്ങളുമായി, കുടുംബത്തിലെ മെമ്പർമാരുമായി, കൂട്ടുകാരുമായി, നാട്ടുകാരുമായി, ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലക്ക് നമ്മൾ സഹവസിക്കുന്ന ഓരോ ആളുകളുമായും നമ്മുടെ സ്വഭാവം നന്നാവുക എന്നുള്ളത് നമ്മുടെ സ്വർഗവും നമ്മുടെ നരകവും തീരുമാനിക്കുന്ന ഒരു വിഷയമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം, തർക്കങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. അനാവശ്യമായ കുതർക്കങ്ങളിൽ ഏർപ്പെടാതെ അത്തരത്തിലുള്ള തർക്കങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. വേദക്കാരുമായി സംവദിക്കുന്ന വിഷയത്തിൽ പോലും പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നത് ഏറ്റവും നല്ല സംസാരം, ഏറ്റവും നല്ല വാക്കുകൾ കൊണ്ട് മാത്രമേ അവരെ നേരിടാവൂ എന്നുള്ളതാണ്. ولا تجادلوا أهل الكتاب إلا بالتي هي أحسن. ഏറ്റവും നല്ല വാക്കുകൊണ്ടല്ലാതെ വേദക്കാരുമായി നിങ്ങൾ തർക്കത്തിൽ ഏർപ്പെടരുത്. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി പ്രവാചകന്റെ വചനങ്ങളിലേക്ക് വരാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന സഈമുൻ ബിബൈതിൻ ഫീ റബദിൽ ജന്നതി ലിമൻ തറകൽ മിറാഅ വഇൻ കാന മുഹിത്താ. ചിലപ്പോഴുണ്ടല്ലോ നമ്മുടെ ഭാഗത്ത് ശരി, ന്യായം എന്റെ ഭാഗത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് തർക്കത്തിൽ ഏർപ്പെടുന്ന ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, തന്റെ ഭാഗത്താണ് ശരി എന്ന ബോധ്യമുണ്ടെങ്കിൽ പോലും അനാവശ്യമായ തർക്കം ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിന്റെ താഴ്ഭാഗത്ത് ഒരു വീട് ലഭിക്കുമെന്ന് ഞാൻ വാക്ക് തരുന്നു. തന്റെ ഭാഗത്താണ് ന്യായം എന്ന് തനിക്കറിയാം, എന്നാലും ഒരു തർക്കം ഒഴിവാക്കാൻ വേണ്ടി ആ തർക്കത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു മനുഷ്യന് സ്വർഗത്തിന്റെ താഴ്ഭാഗത്ത് ഒരു വീടുണ്ടാവും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സ്വർഗം നേടിത്തരുന്ന വ്യത്യസ്തങ്ങളായ വിഷയങ്ങളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നരകത്തിന്റെ തീയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്ന വിഷയം. ആ വിഷയത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നരകം തന്നെ നമുക്ക് നേടിത്തരുന്ന വിഷയം കളവ് പറയുക എന്നുള്ള വിഷയമാണ്. അപ്പൊ കളവ് പറയാതിരിക്കുക എന്നുള്ളതാണ് സത്യവിശ്വാസിയുടെ ഗുണം. ചില ആളുകൾ തമാശക്ക് വേണ്ടി കളവ് പറയും, തമാശക്ക് വേണ്ടി കളവ് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്, തമാശക്ക് വേണ്ടിയായാൽ പോലും കളവ് പറയാത്തവന് സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു വീട് ലഭിക്കുമെന്ന് ഞാൻ വാക്ക് തരുന്നു. കളവിന്റെ കാര്യത്തിൽ അത്രയും ഗൗരവം ആ വിഷയത്തിൽ ഉണ്ടാവണം. അത് തമാശക്ക് വേണ്ടി പോലും ഒരു നുണ പറയരുത് എന്നുള്ളതാണ്. ഇപ്പൊ കളവ് വ്യത്യസ്തങ്ങളായ ഗൗരവങ്ങളുള്ള കളവുകളുണ്ട്. അതിൽ ഏറ്റവും ഗൗരവപ്പെട്ട കളവ് ഏതാണ്? അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറയുക എന്നുള്ളതാണ്. ഞാൻ ആമുഖമായി ഉദിക്കൽപ്പിച്ച ആയത്ത് പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ അൻആമിന്റെ വചനമാണ്.
ومن أظلم ممن افترى على الله كذبا أو كذب بآياته إنه لا يفلح الظالمون. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞവനേക്കാൾ, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ആയത്തുകളെ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയവനേക്കാൾ അക്രമിയായ മനുഷ്യൻ ആരുണ്ട്? അല്ലാഹ് ചോദിക്കുകയാണ്. ഒന്നുകിൽ അല്ലാഹുവിന്റെ പേരിൽ കളവ് പറയുക, അല്ലെങ്കിൽ അല്ലാഹ് കൊണ്ടുവന്ന ഒരു സത്യത്തെ അതിനെ കളവാണെന്ന് കള്ളം പറയുക. ഈ രൂപത്തിൽ സംസാരിച്ചവനേക്കാളും വലിയ ദ്രോഹി, വലിയ അക്രമി ആരുണ്ട്? ഇന്നഹു ലാ യുഫ്ലിഹു ദ്വാലിമൂൻ. നിശ്ചയമായും അക്രമികൾ വിജയം പ്രാപിക്കുകയില്ല. അല്ലാഹുവിന്റെ പേരിൽ, ദീനിന്റെ പേരിൽ കളവ് പറയുന്ന ആളുകൾ ജനങ്ങളുടെ മണ്ണിൽ പല രൂപത്തിലും പുസ്തകങ്ങളിൽ എഴുതിക്കൊണ്ടും പ്രസംഗങ്ങളിലും ഏതെല്ലാം രൂപത്തിൽ അല്ലാഹുവിന്റെ പേരിൽ കളവ് പറയുന്നവരുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതാ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തു സുമർ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. വയൗമൽ ഖിയാമത്തി തറല്ലദീന കദബു അലല്ലാഹി വജൂഹുഹും മുസ്വദ്ദാ അലൈസ ഫീ ജഹന്നമ മത്വൽ ലിൽ മുതകബ്ബിരീൻ. അന്ത്യനാളിൽ അതാ അല്ലാഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞ ആളുകളെ നിങ്ങൾക്ക് കാണാം. അവരുടെ പ്രത്യേകത എന്താണ്? വജൂഹുഹും മുസ്വദ്ദാ. അവരുടെ മുഖങ്ങളൊക്കെ കറുത്തു പോയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞ ആളുകളെ നിനക്ക് തിരിച്ചറിയാൻ സാധിക്കും. അവരുടെ മുഖങ്ങൾ കറുത്തുപോയവരാണവർ. അന്ത്യനാളിൽ നിനക്ക് അവരെ കാണാം. എന്നിട്ട് അല്ലാഹുവിന്റെ ചോദ്യമാണ്, അലൈസ ഫീ ജഹന്നമ മത്വൽ ലിൽ മുതകബ്ബിരീൻ. റബ്ബിന്റെ പേരിൽ കളവ് പറഞ്ഞ ഈ അഹങ്കാരികൾക്ക് നരകമല്ലാതെ മറ്റേത് പാർപ്പിടമാണുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പേരിൽ കളവ് പറയുന്ന ആളുകൾക്ക് നരകത്തിൽ ഒരു പാർപ്പിടം അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഏറ്റവും ഗൗരവപ്പെട്ട കളവെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പേരിൽ കളവ് പറയലാണ്. പിന്നീട് ഗൗരവപ്പെട്ട കളവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള കളവാണ്. അല്ലേ, റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞ് തട്ടിവിടുന്ന ആളുകൾ, യാക്കോബിന്റെ കൈയടി കിട്ടുന്നതിന് വേണ്ടി, ഏതെങ്കിലും ഒരു സാധനം ചെലവാകുന്നതിന് വേണ്ടി കള്ള ഹദീസുകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ റസൂലുള്ളാ പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാ ചെയ്തിട്ടുണ്ട്. ഈ രൂപത്തിൽ പ്രചരിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, അനിൽ മുഗീറ റളിയല്ലാഹു അൻഹു ഖാൽ സമിഅതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. മുഗീറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന കദിബൻ അലയ്യ ലൈസ കദിബിൻ അലാ അഹദ്. എന്നെപ്പറ്റി കള്ളം പറയുക എന്നുള്ളത്, എന്നെപ്പറ്റി കള്ളം പറയുക എന്നുള്ളത് മറ്റൊരാളുടെ പേരിലും കളവ് പറയുന്നത് പോലെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, മൻ കദബ അലയ്യ മുതഅമ്മിദാ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ. ആരെങ്കിലും മനഃപൂർവ്വം എൻ്റെ പേരിൽ ഒരു കളവ് പറഞ്ഞാൽ, മൻ കദബ അലയ്യ മുതഅമ്മിദാ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ, അവനതാ നരകത്തിൽ അവന്റെ ഇരിപ്പിടം ഒരുക്കിക്കൊള്ളട്ടെ. അറിഞ്ഞുകൊണ്ട് പ്രവാചകന്റെ പേരിൽ ആരെങ്കിലും ഒരു കളവ് പറഞ്ഞാൽ നരകത്തിൽ അവന്റെ സീറ്റ് ഉറപ്പാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നത്. കളവുകളെല്ലാം ഗൗരവമാണ്. ആ കളവുകളിൽ ഏറെ ഗൗരവപ്പെട്ടതാണ് അല്ലാഹുവിന്റെ പേരിലും അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിലും നടത്തുന്ന കളവുകൾ. പിന്നെ മറ്റു വ്യക്തികളുടെ പേരിൽ നടത്തുന്ന ദുരാരോപണങ്ങൾ, കളവുകൾ, മറ്റു കളവുകൾ എന്നിങ്ങനെയാണ്. ഈ രൂപത്തിലുള്ള എല്ലാവിധ തിന്മകളും നുണകളും ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ ആ സ്വർഗം നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇപ്പൊ കളവ് പറയുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരു കാര്യം, ഒരു വാർത്ത കേൾക്കുമ്പോഴേക്ക് അത് സത്യമാണോ കളവാണോ എന്ന് നോക്കാതെ, അതിന്റെ നിജസ്ഥിതി പരിചയപ്പെടാതെ, ബോധ്യപ്പെടാതെ അത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ, ഒരു അധർമ്മകാരി നിങ്ങളുടെ അടുക്കൽ വന്നൊരു വാർത്ത പറഞ്ഞാൽ, ഒരു മോശപ്പെട്ട വ്യക്തി നിങ്ങളുടെ അടുക്കൽ വെച്ചൊരു വാർത്ത വന്നു പറഞ്ഞാൽ, നിങ്ങൾ അതിനെപ്പറ്റി വളരെ വ്യക്തമായി അന്വേഷിച്ചറിയണം. അം തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, അല്ലെങ്കിൽ നിങ്ങൾ അത് പ്രചരിപ്പിക്കോ, അങ്ങനെ പലർക്കും നിങ്ങൾ ദ്രോഹം ചെയ്യും, പിന്നീട് അത് തെറ്റാണെന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ചെയ്ത ദ്രോഹത്തിന്റെ പേരിൽ നിങ്ങൾ ഖേദിക്കുകയും ചെയ്യും. അതില്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്.
ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ പറ്റി തോന്നിവാസങ്ങൾ പ്രചരിപ്പിച്ച ആളുകളുണ്ട്. തോന്നിവാസങ്ങൾ പ്രചരിപ്പിച്ച ആളുകളുണ്ട്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി അത് പ്രചരിപ്പിച്ചു നടന്ന ആളുകളുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹി ഇറങ്ങുകയാണ്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ നിഷ്കളങ്കത്വം അത് ബോധ്യപ്പെടുത്തിക്കൊണ്ട്, നിരപരാധിത്വത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് റസൂലുള്ളാഹിക്ക് വഹി ഇറങ്ങുന്നതുവരെ റസൂലുള്ളാഹിന്റെ മനസ്സിൽ പോലും ഒരു പ്രയാസം ഉണ്ടായി എന്നതാണ്. സമൂഹത്തിൽ നല്ല രൂപത്തിൽ ജീവിക്കുന്ന ആളുകളെ പറ്റി എന്തെങ്കിലും ഒരു മോശപ്പെട്ട കാര്യം പറഞ്ഞാൽ അത് ഏറ്റവും പെട്ടെന്ന് തന്നെ അത് പ്രചരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ താക്കീത് ചെയ്യുന്നത്. ആരെങ്കിലും ഒരു വാർത്തയും കൊണ്ടുവന്നാൽ വളരെ കൃത്യമായി അത് മനസ്സിലാക്കിയിട്ട് മാത്രമേ ആ വിഷയം കൊണ്ടു നടക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ നിങ്ങൾ ഒരു സമൂഹത്തിന് തന്നെ ദോഷം വരുത്തി വെക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് കളവിന്റെ മേഖലകളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് സ്വർഗം നേടിത്തരുന്ന ഒരു വിഷയമായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നത്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ആദർശ സഹോദരങ്ങളെ സന്ദർശിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബ ബന്ധത്തിൽപ്പെട്ടവർ മാത്രമല്ല, നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ സൗഹൃദങ്ങളെ, അവരെ സന്ദർശിക്കുന്നത് നമുക്ക് സ്വർഗം നേടിത്തരുമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അലാ ഉഖ്ബിറുകും ബിരിജാലികും മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ ആളുകളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? പ്രവാചകൻ ചോദിക്കുകയാണ്, സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ ആളുകളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഖാല വറജുലു യസൂറു അഖാഹു ഫീ നാഹിയത്തിൽ മിസ്രി ലാ യസൂറുഹു ഇല്ലാ ലില്ലാഹി ഫിൽ ജന്ന. പട്ടണത്തിന്റെ ഓരത്തുള്ള തന്റെ സഹോദരനെ സന്ദർശിക്കുന്ന വ്യക്തി, പട്ടണത്തിന്റെ ഓരത്തുള്ള തന്റെ സഹോദരനെ സന്ദർശിക്കുന്ന വ്യക്തി, ആ വ്യക്തി സന്ദർശിക്കുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിൽ മാത്രമാണ്. ആ സന്ദർശനം നടത്തുന്നതെങ്കിൽ അയാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ്. നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരനെ, നമ്മുടെ ആദർശത്തിലുള്ള നമ്മുടെ സഹോദരനെ, അയാളുടെ വീട്ടിൽ പോകുന്നത് കടം വാങ്ങാനല്ല, കടം കൊടുക്കാനല്ല, ഈ രൂപത്തിലുള്ള ഭൗതികമായ വ്യവഹാരങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. പടച്ചോന്റെ അടുത്ത് കൂലിട്ടണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ അയൽക്കാരന്റെ അടുക്കൽ, നിങ്ങൾക്ക് ബന്ധമുള്ള ആളുകളുടെ അടുക്കൽ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് സ്വർഗം നേടിത്തരുന്ന കാര്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്ന് പഠിപ്പിക്കുകയാണ്. അൻ സൗബാൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്നൽ മുസ്ലിമ ഇദാ ആദ അഖാഹുൽ മുസ്ലിമ ലം യസൽ ഫീ ഖുർഫത്തിൽ ജന്നതി ഹത്താ യർജിഅ. ഒരു മുസ്ലിം തന്റെ മുസ്ലിം സഹോദരനെ സന്ദർശിച്ചാൽ അവൻ മടങ്ങുന്നതുവരെ സ്വർഗ്ഗത്തിലാണോ? ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ സന്ദർശിച്ചാൽ ആ സന്ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതുവരെ അവൻ സ്വർഗത്തിലാണോ? ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണോ? അത്രമാത്രം വലിയ പ്രതിഫലമാണ്. പലപ്പോഴും നമസ്കാരം നോമ്പും നമുക്കറിയാവുന്ന ഒരുപാട് വലിയ അമലുകളുണ്ട്. ഈ അമലുകൾ മാത്രമല്ല, നാം നിസ്സാരവൽക്കരിക്കുന്ന ചെറിയ 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 ധാരാളം കണക്കിന് അമലുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സ്വർഗം നേടിത്തരുന്ന കാര്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മറ്റൊരു വിഷയമാണ് രോഗിയായാൽ സന്ദർശിക്കുക. ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. ഹഖ്ഖുൽ മുസ്ലിമി അഖുൽ മുസ്ലിമി സിത്തുൻ എന്ന് പറഞ്ഞ 6 ബാധ്യതകൾ പഠിപ്പിക്കുന്നിടത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് വഇദാ മരിദ ഫഉദുഹു. രോഗിയായാൽ നിന്റെ സഹോദരനെ നീ സന്ദർശിക്കണമെന്ന്. അതിന്റെ കൂലി എന്താണ്? عن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم من عاد مريضا نادى مناد من السماء. ആരെങ്കിലും രോഗിയായ തന്റെ സഹോദരനെ സന്ദർശിച്ചാൽ ആകാശ ലോകത്ത് നിന്ന് പ്രകാരം വിളിച്ചു പറയുന്നതാണ്, തിബുത വതാബ മംശാ വതബവത മിനൽ ജന്നതി മൻസിലാ. നീ നല്ലവനായ തിബുത വതാബ മംശാ, നിന്റെ വഴികളെ നീ സുഗന്ധപൂരിതമാക്കി, വതബവത മിനൽ ജന്നതി മൻസിലാ, നീ സ്വർഗ്ഗത്തിൽ ഒരു വീടിന്റെ വാതിൽ തുറക്കുകയും ചെയ്തു. ഒരു രോഗിയെ സന്ദർശിക്കുമ്പോ ആകാശ ലോകത്ത് നിന്ന് മലക്ക് വിളിച്ചു പറയുമെന്നാണ്, നീ നല്ലവനായി, നിന്റെ വഴികളിൽ ഇതാ സുഗന്ധം വിതറുകയാണ്, ആകാശ ലോകത്ത് സ്വർഗ്ഗത്തിന്റെ വാതിൽ നീ തുറന്നു കഴിഞ്ഞു. ഒരു രോഗിയെ സന്ദർശിച്ചാൽ ഈ കൂലി പ്രതീക്ഷിച്ചുകൊണ്ടാവണം ആ രോഗിയെ നാം സന്ദർശിക്കേണ്ടത്. മറ്റൊരു കാര്യം പ്രവാചകൻ പഠിപ്പിക്കുന്നത് അനാഥകളെ സംരക്ഷിക്കുന്ന വിഷയമാണ്. അനാഥകളെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നത് അനാ വകാഫിൽ യതീമി ഫിൽ ജന്നതി ഹകദാ.
അനാ വകാഫിൽ യതീമി ഫിൽ ജന്നതി ഹകദാ. തന്റെ ചൂണ്ടുവിരലും തന്റെ നടുവിരലും ഉയർത്തിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അനാഥകളെ സംരക്ഷിക്കുന്നവരും ഞാനും സ്വർഗ്ഗത്തിൽ പ്രകാരമാണ്. രണ്ട് വിരലുകൾ അടുത്ത് പിടിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിഷയമാണ്. അനാഥ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി എത്തുന്നതിന്റെ മുമ്പ് വാപ്പ മരിച്ചുപോയ മക്കൾ, ആ മക്കളുടെ സംരക്ഷണം ഏറ്റെടുക്കുന്ന ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ദമ്മ യതീമൻ ലഹു ഔ ലിഗൈരിഹി ഹത്താ യുഗ്നിയഹുല്ലാഹു അൻഹു വജബത് ലഹുൽ ജന്ന, വജബത് ലഹുൽ ജന്ന. തന്റെ അധീനത്തിലുള്ള ഒരു യതീമിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു യതീമിനെയോ അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധന്യത നൽകുന്നതുവരെ, ആ യതീമായ വ്യക്തിക്ക് അല്ലാഹു ധന്യത നൽകുന്നത് ഏത് പ്രായത്തിലാണോ ആ പ്രായം വരെയും നിങ്ങൾ സംരക്ഷിച്ചാൽ വജബത് ലഹുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗ്ഗം നിർബന്ധമായിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസാണ്. അതുപോലെ തന്നെ സ്വർഗ്ഗം നേടിത്തരുന്ന മറ്റൊരു അമൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തുകയാണ്. സലാം പറയുന്ന വിഷയം, സലാം പറയുന്ന വിഷയം. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا تدخلون الجنة حتى تؤمنوا. നിങ്ങൾ വിശ്വാസികളാകുന്നതുവരെ നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. നിങ്ങൾ വിശ്വാസികളാകുന്നതുവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല. വലാ തുഅ്മിനു ഹത്താ തഹബ്ബു. നിങ്ങൾ പരസ്പരം സ്നേഹത്തിലാകുന്നതുവരെ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ നിങ്ങൾക്ക് വിശ്വാസികളാവാനും സാധിക്കില്ല. എന്നിട്ട് ആ സ്നേഹം ഉണ്ടാക്കുന്ന വിഷയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവലാ അദുല്ലുകും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും. ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ, ആ കാര്യം നിങ്ങൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടാകും, നിങ്ങൾ പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങും. എന്താണ് ആ കാര്യം? അഫ്ശുസ് സലാമ ബൈനകും, അഫ്ശുസ് സലാമ ബൈനകും. പരസ്പരം സലാമിനെ വ്യാപിപ്പിക്കുക. സഹോദരങ്ങളെ, സലാം അങ്ങനെ എറിഞ്ഞിട്ട് പോവില്ല, കൈ ഒന്ന് കൊടുത്തിട്ട് സലാം അങ്ങനെ കൊടുത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഈ രണ്ട് കൈകൾ ഇങ്ങനെ ചേർന്ന് പിടിച്ചാൽ ആ രണ്ട് കൈകൾക്കിടയിലൂടെ നിങ്ങളുടെ പാപങ്ങൾക്ക് അങ്ങനെ ചോർന്നു പോകും. അത്രമാത്രം കൂലി കിട്ടുന്ന ഒരു വിഷയമാണ്. നമ്മുടെ സഹോദരങ്ങളെ കാണുമ്പോ, നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളെ, ബന്ധുക്കളെ, സ്നേഹജനങ്ങളെ കാണുമ്പോ മനസ്സ് തുറന്ന് സലാം പറയുമ്പോ പോലും ആ സലാം പറയുന്നതിലൂടെ സ്നേഹവും അതുവഴി നിങ്ങൾക്ക് സ്വർഗവും നേടിത്തരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ധാരാളക്കണക്കിന് അമലുകൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഈ രൂപത്തിലുള്ള അമലുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ആ സ്വർഗ്ഗം എന്ന സ്വപ്നത്തെ മുൻനിർത്തിക്കൊണ്ട് തീവ്രമായി അതിനു വേണ്ടി പണിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സ്വർഗ്ഗം നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇല്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും തഖ്വ കൊണ്ട് ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. നാം സൂചിപ്പിച്ചത് സ്വർഗം നേടിത്തരുന്ന വ്യത്യസ്തങ്ങളായ വിഷയങ്ങളാണ്. നാം നിസ്സാരമായി കാണുന്ന പല വിഷയങ്ങളും അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളതാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തുന്നത്. നിങ്ങൾ നടന്നു നീങ്ങുന്ന വഴി, നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വഴിയിൽ ഒരു പട്ട കണ്ടാൽ, ഒരു മാർഗ തടസ്സം കണ്ടാൽ, ആ മാർഗ തടസ്സത്തെ എടുത്തു മാറ്റുന്നതിന് എത്രമാത്രം നിസ്സാരമായിട്ടാണ് നമ്മൾ കാണുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിന്റെ 70 ശാഖകൾ പഠിപ്പിച്ചെടുത്ത് ഈമാനിന്റെ 70 തലങ്ങളിൽ ഏറ്റവും താഴേക്കിടയിലുള്ളത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന വിഷയമാണ് വഴിയിൽ നിന്ന് ഉപദ്രവങ്ങളെ നീക്കം ചെയ്യുക എന്നുള്ളത്. അത് ഈമാനിന്റെ ഏറ്റവും താഴ്ന്ന പടിയാണ്. എന്നാൽ അതിന്റെ കൂലി എത്രയെന്നറിയോ സഹോദരങ്ങളെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ഒരു ആളുടെ ഉദാഹരണം പറഞ്ഞു കൊടുക്കാൻ. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم مر رجل بغصن شجرة على ظهر طريق فقال والله لا أنحين هذا عن المسلمين لا يؤذيه فأدخل الجنة. ഒരു മനുഷ്യൻ നടന്നു പോയപ്പോ ഒരു മരക്കൊമ്പ് കണ്ടു വഴിയിൽ. ആ
ആ മനുഷ്യൻ പറഞ്ഞു, വല്ലാഹി ഈ മരക്കൊമ്പ് സത്യവിശ്വാസികളായ ജനങ്ങൾക്ക് ഇത് വഴിമുടക്കി നിൽക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നത് കൊണ്ട് ഞാൻ ഇത് മാറ്റുകയാണെന്ന് പറഞ്ഞ് ആ വഴിയിലുള്ള മാർഗതടസ്സം ആ മനുഷ്യൻ മാറ്റി. എന്നിട്ട് റസൂലുള്ളാഹി സ്വഹാബിമാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഫഉദ്ഖിലൽ ജന്ന, അങ്ങനെ അതുവഴി അയാൾ സ്വർഗ്ഗത്തിലെത്തി. ആലോചിച്ചു നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ പക്ഷേ വളരെ ഗൗരവത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. നമ്മുടെ ഹജ്ജ്, നമ്മുടെ നോമ്പ്, നമ്മുടെ നമസ്കാരങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വലിയ കാര്യമായി നമ്മൾ ചെയ്ത ഇതെല്ലാം അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതമാണെങ്കിലും ഇതൊക്കെ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് എത്തുറപ്പാണ്. നമുക്ക് ഉറപ്പില്ലാത്ത പല വിഷയങ്ങളുണ്ടാവും, വളരെ ലളിതമായ വിഷയങ്ങൾ. ആ ലളിതമായ വിഷയങ്ങളെ ഒന്നിനെയും നമ്മൾ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, വലൗ ബിശഖി തംറത്തിൻ ഔ ബികലിമത്തിൻ ത്വയ്യിബ, ഒരു കാരക്കന്റെ ചീള് കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ തടുക്കണം കേട്ടോ. അതിനും കഴിയില്ലെങ്കിൽ ഒരു നല്ല വാക്ക് കൊണ്ട്, നിങ്ങളുടെ 1 രൂപ, നിങ്ങളുടെ 10 രൂപ, നിങ്ങൾ നൽകുന്ന ദാനധർമ്മങ്ങൾ, ഇതൊക്കെ നമ്മുടെ സ്വർഗത്തിലേക്കുള്ള വാതിലുകളാണ് എന്ന് മനസ്സിലാക്കുക. സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. നമുക്കൊക്കെ അറിയാം, എടവണ്ണ മണ്ഡലത്തിൽ 30 വർഷത്തോളമായി ഇംക പ്രവർത്തിക്കുകയാണ്. ഒരുപാട് പാവപ്പെട്ട രോഗികൾക്ക് സഹായഹസ്തമായിക്കൊണ്ട്, അവർക്ക് വേണ്ട മരുന്നുകളായിക്കൊണ്ട്, ചികിത്സയായിക്കൊണ്ട് 30 വർഷത്തോളമായി ഈ മണ്ഡലത്തിൽ പ്രവർത്തിക്കുകയാണ്. നമ്മൾ ഈ പത്തപ്പിരിയത്തുകാർ ധാരാളം അതിന്റെ ഗുണഭോക്താക്കളായിട്ടുണ്ട്. ഈ രൂപത്തിലുള്ള ഒരു സംഘത്തെ ഇത്രയും കാലയളവിൽ ഇതുപോലെ ഒരു പ്രതിസന്ധിയിൽ അവർ അകപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ വീടുകളിലേക്ക് അവർ കവർ തന്നിട്ടുണ്ടാവും. അതിന്റെ പ്രവർത്തകർ ഞായറാഴ്ച വരുമ്പോ ആ കവറുകളിൽ നമ്മൾ മാത്രമല്ല, നമ്മളെ കൊണ്ട് സാധിക്കുന്ന മാക്സിമം തുക നമ്മൾ ഇടേണ്ടത് ആ കുടുംബത്തിൽ ആരൊക്കെയുണ്ടോ. ഉപ്പ മാത്രമല്ല, ഉപ്പയും ഉമ്മയും സഹോദരിമാരും എല്ലാവരും. ഗൾഫിലുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് കാര്യം പറയുക. സഹോദരങ്ങളൊന്നും മനസ്സിലാക്കേണ്ടത്, നമ്മളെ കൊണ്ട് സാധിക്കുന്നത് നമ്മൾ ചെയ്യാവുന്നതാണ്. പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ ചെയ്താൽ സമൂഹത്തിൽ അത് വലിയ ഒരു സഹായവും നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ചെയ്യുന്ന ഒരു വലിയ സ്വതക്കയുമായിരിക്കുന്നതാണ്. നാളെ ഒരു പക്ഷേ എനിക്കോ നിങ്ങൾക്കോ വേണ്ടിയായിരിക്കും സമൂഹത്തിൽ പിരിവ് നടക്കുക. അങ്ങനെ നടക്കാതിരിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ അവസ്ഥ എങ്ങനെയാണ് വരിക നമുക്ക് പറയാൻ കഴിയില്ല. ആരോഗ്യ ദൃഢഗാത്രരായ എത്രയോ ആളുകളാണ് പെട്ടെന്ന് ഒരു ടെസ്റ്റിന്റെ റിസൾട്ട് വരുമ്പോൾ ക്യാൻസർ ആണ്, അതല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ആണ്. ഇങ്ങനെ എത്ര വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് സാധിക്കുമ്പോൾ, നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ നല്ല വാക്കുകൊണ്ടും നല്ല വളണ്ടിയർമാരായിക്കൊണ്ടും നല്ല തുക നൽകിക്കൊണ്ടും നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അതിന്റെ പങ്കാളികളാവുക. ഞായറാഴ്ച അതിന്റെ പ്രവർത്തകർ വരുമ്പോൾ ആ കവറുകൾ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ തിരിച്ചു കൊടുക്കുന്നവരാവുക എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം, MGM-ന്റെ ഒരു പ്രബോധക സംഗമം നാളെ ശനിയാഴ്ച അസ്ർ നമസ്കാരത്തിന് ശേഷം വായനശാല മദ്രസയിൽ വെച്ച് നടക്കുകയാണ്. ബഹുമാന്യനായ ജലീൽ മാമങ്കരിയാണ് സംസാരിക്കുന്നത്. നമ്മുടെ എല്ലാ സഹോദരിമാരും, നമ്മുടെ എല്ലാ വിദ്യാർത്ഥിനികളും അവിടെ ഉണ്ടാവണം. നമുക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു, നമ്മുടെ മക്കൾ കേൾക്കേണ്ടത് കേൾക്കുന്നില്ല, അതിനുള്ള അവസരമില്ല. അതുകൊണ്ട് ഉപ്പമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ സ്ത്രീകളെയും, നിങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും എല്ലാം അവിടേക്ക് എത്തിക്കണം. MGM-ന്റെ ആ ഒരു പ്രോഗ്രാമിൽ അവിടെ ഉണ്ടാവണം. ഇത്തരത്തിലുള്ള എല്ലാ സൽക്കർമ്മങ്ങളും റബ്ബിന്റെ വജഹ് ഉദ്ദേശിച്ച് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഈ കളക്ഷന് കവർ തന്നവരോ ആ കവർ സ്വീകരിക്കാൻ വരുന്നവരോ അവരുടെ വീട്ടിലേക്ക് വേണ്ടിയല്ല കളക്ട് ചെയ്യുന്നത്. ഇതൊക്കെ നാളെ റബ്ബിന്റെ അടുക്കൽ കൂലി കിട്ടാനാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ രംഗത്തെല്ലാം നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നാം മുന്നിൽ ഉണ്ടാവണം എന്ന് ആവശ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള എല്ലാ സദുദ്യമങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.